ഭാഗം 4 തുടർച്ച. മന്ത്രവാദി തുടർന്ന് വായിച്ചു. നഹലിസ്ഥാനിൽ മുസ്തഫ ബിൻ മൊയ്നുദ്ദീൻ എന്നൊരു തയ്യൽക്കാരനുണ്ട്. അയാളുടെ മകൻ അലാവുദ്ദീൻ എന്ന ബാലനാണ് ആ വിളക്ക് അതിരിക്കുന്ന ഗുഹയിൽ നിന്ന് എടുക്കാനുള്ള നിയോഗം. മറ്റാരെങ്കിലും അതെടുക്കാൻ ശ്രമിച്ചാൽ അയാൾ ആ നിമിഷം മരിച്ചു വീഴും. അലാവുദ്ദീൻ അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അത് സ്വീകരിക്കാം, സ്വന്തമാക്കാം. സിംഗാലു സുംഗ്ല എന്ന ദുർമന്ത്രവാദി അങ്ങനെയാണ് നഹലിസ്ഥാനിലേക്ക് യാത്ര പുറപ്പെട്ടത്. മുസ്തഫ എന്ന തയ്യൽക്കാരൻ അടുത്തിടെ മരിച്ചുവെന്നും അയാളുടെ അനുജൻ അബ്ദുള്ളയെ വളരെ മുമ്പ് തന്നെ ഒരു കപ്പലപകടത്തിൽ കടൽ വിഴുങ്ങിയെന്നും അയാൾ അന്വേഷിച്ച് അറിഞ്ഞിരിക്കുന്നു. അതോടെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുവാൻ അയാൾക്ക് എളുപ്പമായി. കുപ്പായത്തിൻ്റെ കീശയിൽ സൂക്ഷിച്ച ഗ്രന്ഥം പുറത്തെടുത്ത് തുറന്ന് മന്ത്രവാദി ഗുഹയുടെ സ്ഥാനം ഒന്നുകൂടി തിട്ടപ്പെടുത്തി. അപ്പോഴേക്ക് കുറച്ച് ചുള്ളി വിറകുകളും കൊണ്ട് അലാവുദ്ദീൻ എത്തി. വിറകുകൾ കൂട്ടി മന്ത്രവാദി തീ കത്തിച്ചു. എന്നിട്ട് കുപ്പായ കീശയിൽ നിന്ന് ഒരു വെളുത്ത പൊടി പുറത്തെടുത്തു. ചില വികൃത ശബ്ദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മന്ത്രവാദി ആ പൊടി തീയിലേക്ക് വിതറി. മനസ്സിൽ പൊടുന്നനെ ഉയർന്നു വന്ന ഭയത്തോടെ അലാവുദ്ദീൻ മന്ത്രവാദിയുടെ ചെയ്തികൾ നോക്കിക്കൊണ്ട് നിന്നു. മന്ത്രവാദി വീണ്ടും പൊടി വിതറി മന്ത്രോച്ചാരണങ്ങൾ തുടർന്നു. പെട്ടെന്ന് ഭൂമി ഒന്ന് വിറച്ചു. തീ കൂട്ടിയതിനടുത്തുള്ള മണലും മണ്ണും ഇളകി മാറി. അവിടെ ചതുരാകൃതിയിലുള്ള ഒരു പാറ പ്രത്യക്ഷപ്പെട്ടു. എടുത്തു പൊക്കാൻ പാകത്തിൽ കൊളുത്തിൽ പിടിപ്പിച്ച ഒരു ചെമ്പു വളയവും അതിന്മേൽ കാണാറായി. ആ വളയത്തിൽ പിടിച്ച് അത് പൊക്ക്, മന്ത്രവാദി അലാവുദ്ദീനോട് ആജ്ഞാപിച്ചു. അലാവുദ്ദീൻ ഭയം കൊണ്ട് അടിമുടി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് അവന് തോന്നിയത്. കുതിക്കാൻ തുടങ്ങിയ അവൻ്റെ പുറത്ത് ആഞ്ഞൊരു അടി വെച്ചു കൊടുത്തു മന്ത്രവാദി. പ്രഹരത്തിൻ്റെ ശക്തിയിൽ അലാവുദ്ദീൻ മണ്ണിലേക്ക് വീണു. അവൻ ദയനീയമായി മന്ത്രവാദിയുടെ നേർക്ക് നോക്കി. എന്ത് തെറ്റാ എളേപ്പാ ഞാൻ ചെയ്തത്? ആ പാറക്കല്ല് പൊക്ക്, മന്ത്രവാദി പിന്നെയും ആജ്ഞാപിച്ചു. അലാവുദ്ദീൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് ഉമ്മയെ കാണണം, അവൻ വിതുമ്പലോടെ പറഞ്ഞു. പെട്ടെന്ന് മന്ത്രവാദിയുടെ ഭാവം മാറി. അയാളുടെ മുഖത്ത് ശാന്തത പരന്നു. മണലിൽ അവൻ്റെ അരികത്തായി ഇരുന്നു കൊണ്ട് മന്ത്രവാദി പറഞ്ഞു, മോനെ അലാവുദ്ദീനെ, ആ പാറക്കല്ല് ഒരു ഗുഹയിലേക്കുള്ള വാതിലാണ്. ഗുഹയ്ക്കുള്ളിൽ വലിയൊരു നിധിയുണ്ട്. അത് നമുക്കെടുക്കണം. നിന്റെ പേരിൽ നിനക്ക് വേണ്ടി തുടങ്ങാൻ പോകുന്ന വസ്ത്രക്കടയ്ക്കും പരവതാനിക്കടയ്ക്കും ഉള്ള മൂലധനമായി അത് ഉപയോഗിക്കാം. നമ്മൾ കരുതിയതിലുമൊക്കെ വലുതാകും നിന്റെ കട. എൻ്റെ ഈ തടിച്ച ശരീരം ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. മോനെ, എളയപ്പയുടെ പുന്നാര മോനല്ലേ നീ? എളയപ്പ പറയുന്നത് അനുസരിക്ക്. നിധി എന്ന് കേട്ടപ്പോൾ അലാവുദ്ദീൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റു. നിന്റെ ഉപ്പായുടെയും ഉപ്പൂപ്പായുടെയും പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് ആ പാറക്കല്ല് പൊക്ക്. പൊക്ക്, മന്ത്രവാദി പറഞ്ഞു. മൊയ്നുദ്ദീൻ്റെ മകൻ മുസ്തഫയുടെ മകനായ അലാവുദ്ദീൻ എന്ന ഞാൻ ഇതാ ഈ പാറക്കല്ല് പൊക്കുന്നു. ചെമ്പ് വളയത്തിൽ പിടിച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അലാവുദ്ദീൻ പറഞ്ഞു. പാറക്കല്ലിന് നല്ല കനമുണ്ടാകുമെന്നും വലിയ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നുമാണ് അവൻ കരുതിയത്. എന്നാലോ അത് അവൻ്റെ കയ്യിൽ നിഷ്പ്രയാസം ഇളകി ഉയർന്നു പോന്നു. താഴേക്ക് കുറേ പടവുകൾ കാണാനുണ്ടായിരുന്നു. ആ പടവുകൾ ഇറങ്ങിച്ചെല്ലുക ഒരു വരാന്തയിലേക്കാണ്. മന്ത്രവാദി പറഞ്ഞു. വരാന്തയുടെ അറ്റത്ത് ചതുരാകൃതിയിൽ ഒരു മുറ്റമുണ്ട്. മുറ്റത്തിൻ്റെ വടക്കേ ഭിത്തിയിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു തട്ടുമാടത്തിൽ ഒരു വിളക്കിരുന്ന് എരിയുന്നത് നിനക്ക് കാണാം. നീ അത് ഊതിക്കെടുത്തി അതിലെ എണ്ണ ഒഴിച്ചു കളഞ്ഞ് ആ വിളക്ക് എടുത്തുകൊണ്ടുവരണം. നിധിയുണ്ടെന്ന് പറഞ്ഞിട്ട്? അലാവുദ്ദീൻ സംശയം പ്രകടിപ്പിച്ചു. ആ വിളക്കിലാണ് നിധിയുള്ളത് മോനെ, മന്ത്രവാദി പറഞ്ഞു. അലാവുദ്ദീൻ താഴേക്ക് നോക്കി. അവൻ്റെ ശരീരം വീണ്ടും ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പേടിയാകുന്നു ഇളയപ്പ, അലാവുദ്ദീൻ പറഞ്ഞു. ഒരു പേടിയും വേണ്ട, മന്ത്രവാദി
തൻ്റെ ഇടത്തെ കൈയിലെ മോതിരവിരലിൽ കിടന്ന ഒരു മോതിരം ഊരിയെടുത്തു. അത് അലാവുദ്ദീന് കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതാ ഈ മോതിരം വിരലിലിട്ടോ. ഇത് നിൻ്റെ വിരലിൽ കിടക്കുമ്പോൾ നിനക്ക് നല്ല ധൈര്യം കിട്ടും. മാത്രവുമല്ല, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് നിനക്ക് തോന്നുകയും ചെയ്യും. ഒട്ടും ഭയം വേണ്ട. പണ്ടൊരിക്കൽ കപ്പൽ യാത്രയ്ക്കിടെ ഒരു ദ്വീപിൽ നിന്ന് കിട്ടിയതാ ഇതെനിക്ക്. ധൈര്യം തരുന്ന മോതിരമായതെന്ന് ആ ദ്വീപുകാരൻ എന്നോട് പറഞ്ഞതുമാ. അലാവുദ്ദീൻ മോതിരം വിരലിലിട്ടു. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ മന്ത്രവാദി പറഞ്ഞു, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗുഹയുടെ ഇടുങ്ങിയ വരാന്തയിലൂടെ നടക്കുമ്പോൾ നിന്റെ വസ്ത്രം പോലും അതിൻ്റെ ചുമരിൽ തട്ടരുത്. തട്ടിയാൽ അത് വലിയ ആപത്തുണ്ടാക്കും. താഴേക്കിറങ്ങാൻ തുടങ്ങിയ അലാവുദ്ദീൻ അത് കേട്ടതോടെ വീണ്ടും കാലുകൾ പിന്നോക്കം വെച്ചു. അവനെ പതുക്കെ താഴേക്ക് തള്ളിക്കൊണ്ട് മന്ത്രവാദി പറഞ്ഞു, നീ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാൻ അലാവുദ്ദീനെ. ഒരാപത്തും വരില്ല നിനക്ക്. നീ ധൈര്യമായി ചെല്ല്. മടിച്ചു നിന്ന അലാവുദ്ദീനെ വീണ്ടും മന്ത്രവാദി ഉത്സാഹിപ്പിച്ചു. ചെല്ല്, വേഗം ചെല്ല്. അലാവുദ്ദീൻ വിട്ടുമാറാത്ത ഭയത്തോടെ തന്നെ പടവുകളിലേക്ക് ഇറങ്ങി. ഭാഗം 5. പടവുകൾ ഇറങ്ങിച്ചെന്നത് മന്ത്രവാദി പറഞ്ഞതുപോലെയുള്ള ഒരു ഇടുങ്ങിയ വരാന്തയിലേക്ക് തന്നെയായിരുന്നു. അലാവുദ്ദീൻ മുകളിലേക്ക് നോക്കി. അവനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന അവൻ്റെ ഇളയപ്പയുടെ ഉദ്വേഗം നിറഞ്ഞ മുഖം അവൻ ഗുഹാമുഖത്ത് പുറത്ത് കണ്ടു. വരാന്തയുടെ ഭിത്തിയിൽ വസ്ത്രത്തുമ്പ് പോലും സ്പർശിക്കാതിരിക്കാൻ അത് കൈകൊണ്ട് കൂട്ടിപ്പിടിച്ചാണ് അലാവുദ്ദീൻ നടന്നത്. വരാന്തയുടെ അറ്റത്ത് ചതുരത്തിൽ ഒരു മുറ്റവും അതിൻ്റെ വടക്കേ ഭിത്തിയിൽ ഒരു മാടവുമുണ്ടെന്ന് എളേപ്പ പറഞ്ഞത് അന്വേഷിച്ച് അവൻ്റെ കണ്ണുകൾ ഉഴർന്നു നടന്നു. എന്നാലോ അതിനു പകരം വരാന്തയുടെ അറ്റത്ത് വൃത്താകൃതിയിലുള്ള ഒരു പഴത്തോട്ടമാണ് അലാവുദ്ദീൻ കണ്ടത്. പേര, ചാമ്പ, ഈത്തപ്പഴം, കശുമാങ്ങ, വെണ്ണപ്പഴം, നാരങ്ങ, മാതളം, ഞാവൽ, അത്തി, പപ്പായ, വാഴപ്പഴം തുടങ്ങി പലതരം പഴങ്ങൾ അവിടെ സമൃദ്ധിയായി വിളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അലാവുദ്ദീൻ കുറേ പഴങ്ങൾ പറിച്ചെടുത്ത് തൻ്റെ കൈവശമുണ്ടായിരുന്ന കൈലേസിൽ പൊതിഞ്ഞ് നീളൻ കുപ്പായത്തിൻ്റെ കീശയിലേക്ക് തിരുകി വെച്ചു. വിശക്കുമ്പോൾ തിന്നാമെന്നും ബാക്കി കുറച്ച് ഉമ്മായിക്ക് കൊടുക്കാമെന്നുമായിരുന്നു അവൻ കരുതിയത്. ചുറ്റും നോക്കി നടന്ന അലാവുദ്ദീൻ പെട്ടെന്നാണ് ഒരു കാഴ്ച കണ്ടത്. അവൻ ഭയം കൊണ്ട് അലറിക്കരഞ്ഞുപോയി. പഴത്തോട്ടത്തിൻ്റെ അറ്റത്തുള്ള വേലിക്കരികിൽ പുളഞ്ഞു ചീറ്റുന്ന അനേകം സർപ്പങ്ങൾ. അവയുടെയൊക്കെ പത്തിക്ക് ഒരു മുറത്തിൻ്റെ അത്ര വലിപ്പമുണ്ടായിരുന്നു. കറുത്ത ഇരട്ട നാവ് പുറത്തേക്ക് നീട്ടിക്കൊണ്ട് അവ ഉച്ചത്തിൽ ശീൽക്കാരം പുറപ്പെടുവിച്ചു. സർപ്പങ്ങൾക്കടുത്തായി വലിയ ചിലന്തികളും കറുകറുത്ത തേളുകളും ഇഴയുന്നുണ്ടായിരുന്നു. അവയൊക്കെ തൻ്റെ നേർക്കാണ് വരുന്നതെന്ന് അലാവുദ്ദീൻ കണ്ടു. വലിയ ഭയത്തോടെ ഒന്നുകൂടി അവൻ അറിഞ്ഞു. തൻ്റെ പാദങ്ങളിലൂടെ തിരക്കിട്ട് കടന്നു പോവുകയാണ് അനേകം എലികളും ഞണ്ടുകളും പെരിച്ചാഴികളും പല്ലികളും അരണകളും മറ്റും. ആലോചിച്ച് നിൽക്കാൻ നേരമില്ല എന്ന് അലാവുദ്ദീന് തോന്നി. ഏത് നിമിഷവും വിഷജന്തുക്കൾ അവൻ്റെ അടുത്തേക്ക് എത്താം. കാലിലൂടെ അരിച്ചു നടക്കുന്ന ക്ഷുദ്രജീവികളും വല്ലാത്ത അറപ്പുണ്ടാക്കിക്കൊണ്ടിരുന്നു. രണ്ടും കൽപ്പിച്ച് അലാവുദ്ദീൻ തടാകത്തിൻ്റെ നേർക്ക് ഓടി. അതിലേക്ക് ചാടാൻ തുടങ്ങിയപ്പോഴാണ് അപ്പുറത്തെ ഭിത്തിയിൽ കെട്ടിയുണ്ടാക്കിയ ചെറുമാടത്തിലെ കൈവിളക്ക് അവൻ കാണുന്നത്. അലാവുദ്ദീൻ പിന്നെ അതിൻ്റെ അടുത്തേക്ക് നടന്നു. മാടത്തിൽ നിന്ന് അവൻ വിളക്കെടുത്തു. അതിലെ കത്തുന്ന തിരി ഊതിക്കെടുത്തി. അതിലുണ്ടായിരുന്ന എണ്ണ താഴെ മണ്ണിലേക്ക് ഒഴിച്ചു കളഞ്ഞു. തൻ്റെ ഇളയപ്പ നിർദ്ദേശിച്ചതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നതിൻ്റെ സംതൃപ്തി അവനെ സന്തോഷിപ്പിച്ചു. ഈ വിളക്ക് ഇളയപ്പയ്ക്ക് കൊടുത്താൽ ഇനി തിരിച്ചു പോകാം, ഉമ്മയുടെ അടുത്തെത്താം, അവൻ സമാധാനിച്ചു. ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്ന നിധി എങ്ങനെ എടുക്കണമെന്നൊക്കെ ഇളയപ്പ തീരുമാനിക്കട്ടെ, അലാവുദ്ദീൻ വിചാരിച്ചു. തടാകത്തിനടുത്ത് നിന്നും പഴത്തോട്ടത്തിൻ്റെ നേർക്ക് ശങ്കയോടെ തന്നെയാണ് അവൻ നടക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് വീണ്ടും അത്ഭുതമുണ്ടായത്. നേരത്തെ കണ്ട വിഷജന്തുക്കളും ക്ഷുദ്രജീവികളുമൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഗുഹയ്ക്കകത്ത് ഒരു നീല വെളിച്ചം പതുക്കെ നിറഞ്ഞു.
അതിലേക്ക് സാവധാനം വന്നു വീഴുന്ന സൗമ്യമായ സ്ത്രീ ശബ്ദം അവൻ കേട്ടു. 13 കമ്പികൾ കെട്ടിയ ഊത് എന്ന സംഗീത ഉപകരണത്തിൽ നിന്നായിരുന്നു ആ മന്ത്രം മധുരമായ ഈണം പോലെ ഉണ്ടായിരുന്ന ആ ശബ്ദം. അലാവുദ്ദീൻ, ഞാനീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഗുഹയുടെ പുറത്ത് നിന്റെ വരവും കാത്ത് നിൽക്കുന്നത് നിന്റെ ഉപ്പായുടെ സഹോദരനൊന്നുമല്ല. ആഫ്രിക്കയിലെ വൻ കാട്ടിൽ കഴിയുന്ന കുപ്രസിദ്ധനായ ഒരു ദുർമന്ത്രവാദിയാണ്. സിംഗാലു സുംഗ്ല എന്നാണ് അയാളുടെ പേര്. നിന്റെ കയ്യിലിരിക്കുന്ന ഈ വിളക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് എളേപ്പ എന്ന ഒരു ബന്ധമൊക്കെ പറഞ്ഞ് അയാൾ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഈ വിളക്ക് നീ അയാൾക്ക് ഒരിക്കലും കൊടുക്കരുത്. കൊടുത്താൽ ആ നിമിഷം അയാൾ നിന്നെ കൊല്ലും. സൂക്ഷിക്കുക, നല്ല കരുതലോടെ പ്രവർത്തിക്കുക. ശബ്ദം നിന്നു. നീല വെളിച്ചവും പതുക്കെ നേർത്ത് ഇല്ലാതായി. അലാവുദ്ദീൻ്റെ ഭയം പിന്നെയും കൂടി. എങ്ങനെയെങ്കിലും ഗുഹയുടെ പുറത്ത് എത്തി ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായി അവൻ്റെ ആഗ്രഹം. തൻ്റെ ഉമ്മയുടെയും കൂട്ടുകാരുടെയും ഒക്കെ ചിത്രങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വരാന്തയിലൂടെ നടന്നു ചെന്ന അവൻ ഗുഹയുടെ പുറത്തേക്ക് മുകളിലേക്ക് കയറാനുള്ള പടവുകളുടെ അടുത്തെത്തി. അപ്പോഴാണ് അമ്പരിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ച അവൻ കണ്ടത്. മുകളിലേക്കുള്ള പടവുകൾ പുറത്തെ ഗുഹാമുഖത്തേക്ക് എത്തുന്നില്ല. പകുതിയോളം ചെന്ന് അവ ശൂന്യതയിൽ അവസാനിക്കുന്നു. ഗുഹാമുഖത്ത് ആകാംക്ഷയോടെ അവനെയും കാത്തു നിൽക്കുന്ന മന്ത്രവാദിയെയും അവൻ കണ്ടു. ഉണ്ടായിരുന്ന പടവുകളുടെ അറ്റം വരെ കയറി ചെന്നു. എങ്ങനെ ഞാൻ മുകളിലേക്ക് കയറും? അവൻ പുറത്തേക്ക് വിളിച്ച് ചോദിച്ചു. നീ ആ വിളക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് എറിഞ്ഞുതാ, എന്നിട്ട് നിന്നെ ഞാൻ മുകളിലേക്ക് പിടിച്ചുയർത്താം. അകത്തു നിന്ന് കേട്ട ശബ്ദമാണ് അപ്പോൾ അവൻ ഓർമ്മ വന്നത്. വിളക്ക് കിട്ടിയാൽ ആ നിമിഷം മന്ത്രവാദി അവനെ കൊല്ലും. ആദ്യം എന്നെ മുകളിലേക്ക് കയറ്റ്, അലാവുദ്ദീൻ പറഞ്ഞു. എന്നിട്ട് തരാം ഞാൻ ആ വിളക്ക്. പുറത്ത് എത്തിക്കിട്ടിയാൽ കൈവിളക്ക് അയാളുടെ നേർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന ചിന്തയിലായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞത്. ആദ്യം ആ വിളക്ക് നീ എനിക്ക് താ, മന്ത്രവാദി ആക്രോശിച്ചു. ആദ്യം എന്നെ മുകളിലേക്ക് കയറ്റ്, അലാവുദ്ദീൻ വാശി പിടിച്ചു. കോപം കൊണ്ട് മന്ത്രവാദിയുടെ മുഖം ചുകന്നു. ആ മുഖത്ത് തീ കത്തുന്നത് പോലെ അലാവുദ്ദീന് തോന്നി. നീ വിളക്ക് തരുന്നോ ഇല്ലയോ? മന്ത്രവാദി ഗർജിച്ചു. ഇല്ല, തരുന്നില്ല, അലാവുദ്ദീൻ തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടതോടെ മന്ത്രവാദിയുടെ ഭാവമാകെ മാറി. അയാളുടെ മേൽചുണ്ടും പുരികങ്ങളും മേലോട്ട് വളഞ്ഞു. പല്ലുകൾ പുറത്തേക്ക് തെള്ളി വന്നു. കാതുകൾ വിറച്ചു. താടി രോമങ്ങൾ എഴുന്നു നിന്നു. എങ്കിൽ നീ അതിനകത്ത് കിടന്ന് ചാക്, മന്ത്രവാദി അലറി പറഞ്ഞു. നേരത്തെ ചെയ്തതുപോലെ അയാൾ കീശയിൽ നിന്ന് വെളുത്ത പൊടിയെടുത്തു. വികൃത ശബ്ദങ്ങൾ ഉരുവിട്ടുകൊണ്ട് അപ്പുറത്ത് കത്തിക്കൊണ്ടിരുന്ന തീയിലേക്ക് എറിഞ്ഞു. അതോടെ കുറച്ചു മുമ്പ് അലാവുദ്ദീൻ എടുത്തുയർത്തി മാറ്റിവെച്ച പാറക്കല്ല് ഗുഹാമുഖത്ത് വന്നു വീണ് അതിനെ അടച്ചു. അയ്യോ പോകല്ലേ, അയ്യോ പോകല്ലേ, അലാവുദ്ദീൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും കേൾക്കുവാൻ മന്ത്രവാദി ഗുഹയുടെ പുറത്ത് അന്നേരം ഉണ്ടായിരുന്നില്ല. അയാൾ ആഫ്രിക്ക ലക്ഷ്യമാക്കി തിരിച്ചു കഴിഞ്ഞിരുന്നു. പോകുന്ന പോക്കിൽ മന്ത്രവാദി ഇങ്ങനെയൊക്കെ ആലോചിച്ചു. കാലം പോകെ അലാവുദ്ദീൻ ആ ഗുഹയ്ക്കകത്ത് കിടന്ന് മരിക്കും. കുറെ കഴിഞ്ഞ് വീണ്ടും ഇതുവഴി വരാം. അന്നേരം ഗുഹ ഒരിക്കൽ കൂടി തുറന്ന് അലാവുദ്ദീൻ്റെ മൃതദേഹത്തിൽ നിന്ന് ആ വിളക്ക് എടുത്തേക്കാം. ഭിത്തിമാടത്തിൽ നിന്ന് അവൻ അത് എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ആ വിളക്കിനി ആർക്കും സ്വന്തമാക്കാം. അങ്ങനെയാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞത്. അങ്ങനെ പലവിധ ആലോചനകളുമായി മന്ത്രവാദി മുന്നോട്ട് നടന്നു. ഭാഗം 5 ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇതുവരെ വായിച്ച് അവതരിപ്പിച്ച കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.